നമസ്കാരം. എമ്പുരാനാണ് ഇപ്പോഴും ചർച്ചാ വിഷയം. മറ്റ് രാഷ്ട്രീയ വാർത്തകളൊക്കെ ഒരുപാട് മുങ്ങിപ്പോയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പല രാഷ്ട്രീയ വാർത്തകളും മാധ്യമങ്ങൾ വിസ്മരിച്ച മട്ടാണ്. എവിടെ നോക്കിയാലും ചർച്ച എമ്പുരാൻ തന്നെ. എമ്പുരാന് പിന്നിൽ ഒരു അജണ്ടയുണ്ടായിരുന്നോ എന്നതാണ് ഇപ്പോൾ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, പരിശോധിക്കപ്പെടുന്ന വിഷയം. എല്ലാ മാധ്യമങ്ങളും അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ അജണ്ട അനുസരിച്ച് അവരുടെ മാധ്യമ വിചാരണ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എമ്പുരാൻ ലക്ഷ്യമിട്ടത് ആരെയാണ്, എന്തിനെയാണ്, എന്താണ് ഈ എമ്പുരാൻ എന്ന ചലച്ചിത്രം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു അജണ്ട, പ്രത്യേക അജണ്ട? ആർക്കെതിരെയുള്ള അജണ്ടയാണ്? സംഘപരിവാറിന് എതിരെയുള്ള അജണ്ടയാണോ? നരേന്ദ്രമോദിക്ക് എതിരെയുള്ള അജണ്ടയാണോ? BJPക്ക് എതിരെയുള്ള അജണ്ടയാണോ? ഇവിടുത്തെ സാംസ്കാരിക ശക്തികൾക്ക് എതിരെയുള്ള അജണ്ടയാണോ? ആർക്കെതിരെയുള്ള അജണ്ടയാണ് എന്നത് ആണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഒരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. എമ്പുരാൻ വഴി ലക്ഷ്യമിട്ടത് സംഘപരിവാറിനെ അല്ല എന്നാണ് ഈ കുറിപ്പ് സൂചിപ്പിക്കുന്നത്. അതിന്റെ കാരണങ്ങൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. എമ്പുരാൻ വഴി ഉന്നം വെച്ചത് സംഘപരിവാറിനെ അല്ല, കൂട്ടിൽ നിന്ന് പുറത്തു വന്ന തത്തകളെയാണ്. ഒറ്റ രാത്രി കൊണ്ട് NIA ക്ലീൻ സ്വീപ്പ് ചെയ്ത് തീഹാറിൽ ഇട്ടതിന്റെ പക, EDക്ക് നിയമപരമായി ഉണ്ടായിരുന്ന ലൂപ്പ് ഹോൾസ് അടച്ച് പഴുതടച്ചു കൂട്ടാൻ ഉള്ള കരുത്ത് നൽകിയതിന്റെ പരിണിത ഫലം ഫണ്ട് റൈസേഴ്സിന്റെ സ്രോതസ്സുകൾ അടച്ചു. പക അത് രാജ്യത്തെ ഏജൻസികളോടാണ്. ഭീകരവാദികളുടെ ബ്ലൂ പ്രിന്റിൽ ഉണ്ടായിരുന്ന പ്ലാൻ ആയിരുന്നു മുല്ലപ്പെരിയാർ ബോംബ് വയ്ക്കുക എന്നത്. അറ്റാക്ക് ചെയ്തിട്ട് പഴി ശത്രുവിന്റെ മേൽ ഇടുക എന്നത് ലോകം മുഴുവൻ പരീക്ഷിച്ച രീതിയാണ്. 26/11 ജൂതനും CIA ചെയ്തതാണ് എന്ന നറേറ്റീവായിരുന്നു തുടക്കം. പിന്നെ കസബിന്റെ കയ്യിൽ രാഖി നാം കണ്ടു. കോൺഗ്രസ് നേതാക്കൾ മുംബൈ ഭീകരാക്രമണം ഹിന്ദുത്വ ഭീകരർ നടത്തിയതാണ് എന്ന് പുസ്തകം ഇറക്കിയത് നമ്മൾ മറക്കരുത്. ഒടുവിൽ പുൽവാമ ഭീകരാക്രമണം മോദി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ചെയ്തു എന്നതായിരുന്നു ഒടുവിൽ കേട്ടത്. എമ്പുരാനിൽ അത് BJPയുടെ തലയിൽ വെച്ചു. നാളെ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ BJP പൊട്ടിച്ചു എന്ന നറേറ്റീവ് ഉണ്ടാകും. അപ്പം മല്ലികാ സുകുമാരനെ പോലുള്ള ആളുകൾ ഇത് വെളുപ്പിക്കുന്നു. സാംസ്കാരിക നായകർ ഇത് ചർച്ച ചെയ്യുന്നു. മോഹൻലാല് ഇത് സംബന്ധിച്ച് പ്രിയപ്പെട്ടവർക്ക് വിഷമമുണ്ടായെങ്കിൽ ഖേദിക്കുന്നു എന്ന് പറയുന്നു. പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പലർ നടത്തുന്നു. പക്ഷേ ഇതൊരു വലിയ അജണ്ടയുടെ ഭാഗമായിട്ട് സംഘപരിവാർ ശക്തികളെ, സംഘപരിവാറിനെ പൊതുവെ എതിർത്തുകൊണ്ടല്ല, പക്ഷേ ഇവിടുത്തെ ഭരണവർഗത്തെ എതിർത്തുകൊണ്ട്, ഭരണകൂടത്തിന്റെ ചില ആശയങ്ങൾ എതിർത്തുകൊണ്ട്, അവരുടെ ചില നടപ്പാക്കലുകൾ അതിനുള്ള, അതുപോലെ തന്നെ PFI നിരോധിച്ചതുമായി ബന്ധപ്പെട്ട് ഇവിടെ ആയിരക്കണക്കിന് ഭീകരവാദികൾ തുറുങ്കിലടക്കപ്പെട്ടതും കൊല്ലപ്പെടുന്നതും ഒക്കെ തന്നെ ഇത് ഒരു വലിയ 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 ക്യാൻവാസ് ആണ് ഈ എമ്പുരാൻ എന്നത്. തീർച്ചയായിട്ടും ഈ വലിയ ക്യാൻവാസിൽ രാജ്യവിരുദ്ധത എന്ന ആശയമാണ് ഇവർ മുമ്പോട്ട് വെക്കുന്നത് എന്ന് വ്യക്തം. ഇത് സംഘപരിവാറിനെതിരെ മാത്രമല്ല, ഇത് രാജ്യത്തിനെതിരെയാണ്, രാജ്യത്തെ ഭരണകൂടത്തിന് എതിരെയാണ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് എതിരെയാണ്. അതായത് രാജ്യം വികസനത്തിന്റെ പാതയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് ഒരു ഊർജം പകരുന്ന രീതിയിലുള്ള ഫണ്ടിങ് ഈ ഒരു വിഷയത്തിലടക്കം, എമ്പുരാനിലടക്കം നടന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരം ആശയങ്ങളാണ് എതിർക്കപ്പെടേണ്ടത്. ഇത്തരം ആശയങ്ങളാണ് ഇവിടെ പരാജയപ്പെടുത്തേണ്ടത്. ഒരു വേള ബോക്സ് ഓഫീസിൽ 85 കോടിയും 100 കോടിയും ഒക്കെ കേൾക്കുന്നുണ്ട്. എന്തൊക്കെ വന്നാലും ഇത് ബോക്സ് ഓഫീസിൽ ഒരു വിജയമായേക്കാം. അതിനുവേണ്ട പല തന്ത്രങ്ങൾ ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നു. അതായത് കഥയെ തന്നെ വിവാദമാക്കുക, രാജ്യത്തിനെതിരായി തിരിക്കുക, അതിന്റെ ചിത്രീകരണം തീർച്ചയായിട്ടും രാജ്യത്തിനെതിരായി തന്നെ വരണം എന്ന രീതിയിൽ ആശയങ്ങൾ അവതരിപ്പിക്കുക, കഥാപാത്രങ്ങൾക്ക് നൽകുന്ന പേരുകൾ, അതിലെ വില്ലന്റെ പേര് ഭജരംഗ് എന്നാണ്. അത്തരത്തിൽ ഹനുമാൻ സ്വാമിയുടെ മറ്റൊരു പേരാണ് ബജരംഗ് ബലി എന്നുള്ളത്. അപ്പം അത്തരം വിഷം കുത്തിവെക്കലുകൾ വ്യാപകമായി ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് നടന്നു. ഇത് ഭീകരവാദികളുടെയും മത തീവ്രവാദികളുടെ, വിദേശ തീവ്രവാദി ഏജൻസികളുടെ, വിദേശ ചാര ഏജൻസികളുടെ, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലെ ചാര ഏജൻസികളുടെ ഒക്കെ തന്നെ ഒരു സ്വപ്നമാണ് ഈ ഒരു സിനിമയിലൂടെ ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടത് എന്ന് പൊതുവെ ഒന്ന് വിലയിരുത്താം. തീർച്ചയായിട്ടും ചിത്രം പരാജയപ്പെടുമോ വിജയിക്കുമോ എന്നുള്ളതല്ല, ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റുകളൊക്കെ ആയേക്കാം. പക്ഷേ ഒരു ജനകീയ മാധ്യമത്തിലൂടെ ഒരു രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന, ഒരു രാജ്യത്തോട്, രാജ്യത്തെ ഭരണവർഗത്തോട്, രാജ്യത്തെ സാംസ്കാരിക വർഗത്തോട് ഏറ്റവും വലിയ പകവച്ച് പുലർത്തിക്കൊണ്ട് പെരുമാറുന്ന രീതിയിൽ ഒരു ചലച്ചിത്രം നിർമ്മിക്കപ്പെടുമ്പോൾ അത് ഏത് രീതിയിൽ സ്വീകാര്യമാകും എന്നത് പരിശോധിക്കേണ്ട വിഷയമാണ്, ചിന്തിക്കേണ്ട വിഷയമാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാം എങ്കിൽ പോലും ഇതിനകത്തൊക്കെ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഭീകരവാദ അജണ്ട തീർച്ചയായിട്ടും കേരളത്തിലെ അടക്കമുള്ള ജനങ്ങൾ മനസ്സിലാക്കണം. കാരണം കേരളത്തിലെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ടും ഇതിനു മുൻപ് പറഞ്ഞ കേരള സ്റ്റോറി എന്ന വിഷയവുമായി ബന്ധപ്പെട്ടും ഒക്കെ വലിയ തർക്കങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായത്.
കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ സാംസ്കാരികമായ ചർച്ചകൾ നടക്കുന്നത് എന്ന് വേണം പറയാൻ, സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. കാരണം കേരളത്തിലെ സിനിമ ഒരു മാഫിയയുടെ പിടിയിലാണ് എന്ന ഒരു ആരോപണവും വിമർശനവും ഒക്കെ ഇപ്പോഴും ഉയർന്ന് കേൾക്കുന്നുണ്ട്. അത്തരം മാഫിയകൾക്ക് സ്വാധീനമുണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. ഒന്നിലധികം വിഭാഗങ്ങൾ ഇവിടെയുണ്ട് എന്നത് കേരള ജനത തിരിച്ചറിയുക വേണം. എമ്പുരാൻ ഒരു വലിയ അജണ്ടയാണ്, വലിയൊരു അജണ്ടയുടെ ക്യാൻവാസ് ആണ്. അതിലാണ് വികൃതമായ രൂപത്തിൽ ഈ ചിത്രം വരച്ചു വെച്ചിരിക്കുന്നത്. ആരെ പഴി ചാരണം, ആർക്ക് പഴി കേൾക്കണം, മുരളി ഗോപിക്ക് പഴി കേൾക്കണോ, പൃഥ്വിരാജിന് കേൾക്കണോ, മോഹൻലാലിന് കേൾക്കണോ, അല്ലെങ്കിൽ അതിന്റെ മറ്റ് പ്രവർത്തകർക്ക് കേൾക്കണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അത് പിന്നീട് ചിന്തിക്കേണ്ട വിഷയമാണ്. ഒറ്റ ഒരാൾ വിചാരിച്ചാലൊന്നും ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ വലിയ കൂട്ടായ ചർച്ചയിലൂടെ മാത്രമേ സിനിമ സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം കൂടി കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.